പണവും അധികാരവും സ്ഥാനമാനങ്ങളും എന്നും മനുഷ്യൻ്റെ ബലഹീനതയായിരുന്നു ചരിത്രത്തിൽ ഉടനീളം. ആ ബലഹീനതകൾ വീണുപോയത് ചരിത്രത്തിന് ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭാഗമായിട്ടുമില്ല. എന്നാൽ അവയെ അതിജീവിച്ചവരുണ്ട്. അവരെ മഹാന്മാരായിട്ട് ലോകം എന്നും കാണുന്നു, എന്നും വാഴ്ത്തുകയും ചെയ്യും. കാരണം അവരുടെ മഹത്വത്തിൻ്റെ തേജസ് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല, അതിന് മരിക്കാൻ സാധിക്കുകയുമില്ല. മറ്റതെല്ലാം മരിച്ചു പോകും, തീർന്നു പോകും, മാഞ്ഞു പോകും, തേഞ്ഞു പോകും. പക്ഷേ ഇപ്രകാരമുള്ള ആ ഒരു മഹത്വം മാഞ്ഞു പോകില്ല. രത്തൻ ടാറ്റയെ പോലെയുള്ള ചില മഹാന്മാരുടെ കാര്യത്തിൽ ഈ 3 പ്രലോഭനങ്ങളും അദ്ദേഹത്തെ വീഴ്ചിട്ടില്ല: പണമോ അധികാരമോ സ്ഥാനമാനങ്ങളോ. അതുകൊണ്ട് തന്നെ ഈ 3ൻ്റെയും പേരിലുള്ള റേറ്റിങ്ങിൽ അദ്ദേഹം ലോകത്തെങ്ങും കാണുകയുമില്ല. അതേസമയം ഇപ്രകാരമുള്ള റേറ്റിങ്ങിൽ മുൻപന്തിൽ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ വിസിബിലിറ്റി അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ ബിസിനസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പവർ ആൻഡ് വെൽത്ത് ആർ നോട്ട് മൈ മെയിൻ സ്റ്റേറ്റ്സ്. ഈ അധികാരവും സമ്പത്തും ഒന്നും എൻ്റെ താങ്ങല്ല, ഞാൻ അവയെ താങ്ങുന്നുമില്ല, അവ എന്നെ താങ്ങാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഈ പൊസിഷൻ ആൻഡ് പൊസഷൻ, സ്ഥാനവും അതുപോലെ സ്ഥാനമാനങ്ങളും. നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മണി എന്നുള്ളതാണ്. നമ്മുടെ മസിൽ, മണി പവറാണ് മസിൽ പവറായിട്ട് ഏത് രംഗം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, പണമില്ലെങ്കിൽ പിന്നെ മനുഷ്യന് എന്തിനു കൊള്ളാമെന്നാണ്. ഈ കഴിഞ്ഞ ദിവസം കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്തപ്പോഴും, വാട്ട്സ് ദ യൂസ് ഓഫ് മാൻ വിത്തൗട്ട് മണി? എവറിത്തിങ് ഈസ് റേറ്റഡ് ഓൺ മണി നോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, പണം ജീവിക്കാൻ ആവശ്യമാണ്, പക്ഷേ പണമാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 1 ജീവിക്കാൻ മറന്നുപോകും, 2 ജീവിതത്തിൽ മൂല്യങ്ങളെയും മറന്നുപോകും. അപ്പോൾ ജീവിക്കാൻ മറന്നുപോയി ജീവിതം പരാജയമാവണം, മൂല്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് അവനവൻ്റെ ജീവിതവും അവരുടെ ജീവിതവും ദുരന്തത്തിലാക്കണമോ? ഈ 2 ചോദ്യങ്ങൾ നമ്മളെല്ലാവരുടെയും മുമ്പിലുണ്ട്. നമ്മളെ ജീവിക്കാൻ മറന്നുപോയാൽ പിന്നെ നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? ഈ കഷ്ടപ്പെട്ട് നമ്മൾ പണം ഉണ്ടാക്കിയിട്ട്, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയൊന്ന് ജീവിക്കണമെന്ന്. പക്ഷേ ഇനി ഒന്ന് ജീവിക്കാൻ തക്കവണ്ണമുള്ള ആരോഗ്യം, ആയുസ് അവരിൽ അവശേഷിച്ചിട്ടുണ്ടാവില്ല. ജീവിക്കാൻ ദൈവം അനുവദിച്ച, ദൈവം തന്ന സമയത്ത്, ആ സമയത്തെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെയും കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അവനവനും അത് നന്മയ്ക്കായി ഭവിക്കും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഭാഗവും, ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ സ്നേഹത്തിൻ്റെ ആണ്. സ്നേഹത്തിനകത്ത് എല്ലാം പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ മൂല്യത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളെക്കുറിച്ചും നമ്മളോട് ബന്ധപ്പെടുന്നവരെക്കുറിച്ചും നാം ഇടപെടുന്നവരെക്കുറിച്ചും നമുക്ക് തന്നെ ഒന്നും ബാക്കി വയ്ക്കാനുണ്ടാവില്ല. നമുക്കായിട്ടൊന്നും ബാക്കി വയ്ക്കാനുണ്ടാവില്ല, അവർക്കും ബാക്കി വയ്ക്കാനുണ്ടാവില്ല. ബാക്കി വയ്ക്കുന്നത് വിലയില്ലാത്ത ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. അലക്സാണ്ടർ ചക്രവർത്തി അതുകൊണ്ടാണ് അതെല്ലാം വഴിയിൽ വിതരണം എന്നാവശ്യപ്പെട്ടത്. തൻ്റെ മരണസമയത്ത് അതെല്ലാം വഴിയിൽ, മരണയാത്ര, ശവസംസ്കാരത്തിൻ്റെ യാത്രയിൽ താൻ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും വഴിയിൽ വിതറിയേക്കാൻ പറഞ്ഞു. കാരണം അതിനൊന്നൊരു വിലയില്ല എന്നറിയണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ശവമഞ്ചം ചുമക്കാനായിട്ട് ഏറ്റവും നല്ല ഡോക്ടർമാരെ നിയോഗിക്കണം എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് ആർക്കും തൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും ലോകം അറിയണം. അതുപോലെ തന്നെ തൻ്റെ 2 കൈകളും മലർത്തി ശവമഞ്ചത്തിൽ പുറത്തേക്ക് ഇട്ടേക്കണം എന്ന് പറഞ്ഞു. കാരണം ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. ഇത് 3 കാര്യങ്ങളാണ് ചക്രവർത്തി തൻ്റെ സൈന്യാധിപനോട് ആവശ്യപ്പെട്ടത്, എങ്ങനെയായിരിക്കണം തൻ്റെ മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് മണി മസിലായിട്ടോ, മസിലിന് വേണ്ടി മണി ഉപയോഗിക്കുന്നവരോ അങ്ങനെ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നും നമുക്ക് വേറിട്ട് ചിന്തിക്കാൻ ടാറ്റയുടെ ജീവിതവും ടാറ്റയുടെ സന്ദേശങ്ങളും ഉപകാരപ്രദമാവട്ടെ. മണി ആൻഡ് മസിൽ, പവർ ആൻഡ് പൊസിഷൻ, അതൊന്നും ജീവിതത്തെ ഡിഫൈൻ ചെയ്യില്ല. അതെല്ലാം ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബലഹീനത ആകുമ്പോഴല്ല, ആ ബലഹീനതയെ ജീവിതം കൊണ്ട് മറികടക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ആ ഒരു മറികടക്കൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.